ഡേയ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കണ്ടോ, നമ്മൾ ഇന്ന് അവോക്കാഡോ വെച്ചിട്ടാണ് ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അവോക്കാഡോ വെച്ചിട്ട് ഒരു സ്മൂത്തിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടാവും. നമുക്കതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് അവോക്കാഡോ തന്നെയാണ്. പിന്നെ നമുക്ക് 2 പഴം ആവശ്യമാണ് കേട്ടോ. 2 പഴം വേണം. കണ്ടോ, 2 പഴം വേണം. പിന്നെ വേണ്ടത് തേനാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരമായി നമ്മൾ തേനാണ് കേട്ടോ ചേർക്കുന്നത്, തേൻ. പിന്നെ നമുക്ക് പാലും വേണമേ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു സ്മൂത്തി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പം നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ അവോക്കാഡോയും ബനാനയും ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമുക്ക് അവോക്കാഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ അത് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മുറിക്കണം. ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് ഭയങ്കര വില കൂടുതലുള്ള സാധനമാണ്. അതുമാത്രമല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാനൊരു വീഡിയോയിൽ പറയാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഇത് സിമ്പിളായി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടോ, ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ച് എളുപ്പം ഇത് ഒന്ന് ചെരണ്ടിയെടുത്താൽ നമുക്കിതുപോലെ തന്നെ ക്യൂബ് ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞു ഷേപ്പായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്ലെൻഡറിലേക്ക് നമ്മുടെ കട്ട് ചെയ്തെടുത്തേക്കുന്ന അവോക്കാഡോ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. നമുക്ക് ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. ഒരു പഴം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേനാണ്. നമുക്കിപ്പോൾ തേന് ഏകദേശം നമ്മളിപ്പോൾ ഒരു അവോക്കാഡോ എടുത്തില്ലേ, അപ്പം നമുക്ക് ഏകദേശം ഒരു 3 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ 3 ടീസ്പൂണാണ്, അല്ല 3 ടേബിൾ സ്പൂണാണ് കേട്ടോ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ തേൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പാൽ ആഡ് ചെയ്തു, തേൻ ആഡ് ചെയ്തു, അവോക്കാഡോ നമ്മൾ ചേർത്തു, പിന്നെ പഴവും ചേർത്തു. അപ്പോൾ നമ്മളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവേ. അപ്പം ഞാൻ ഇവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ നമ്മളുടെ സ്മൂത്തി ഒഴിച്ചു കൊടുക്കാവേ.
അപ്പോൾ സംഭവം റെഡി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനൊരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറമേ കുറച്ച് ഹണിയും കൂടെ ചേർത്തിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പറാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും എടുത്തിട്ട് നല്ല വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ബൈ ബൈ.